ഒരു സായിപ്പ് അവൽ വിളയിച്ചത്. എൻ്റെ തൊണ്ടയിച്ചിട്ട് പോയി കിടക്കുവാണേ, അതുകൊണ്ട് ക്ഷമിച്ചു. ഇതിന് 2 സൂത്രങ്ങളുണ്ട്, ടിപ്സ് ഉണ്ട്. ഒന്ന്, ശർക്കര തേങ്ങാ വെള്ളത്തിലാണ് അലിയിക്കുന്നത്, അതുകൊണ്ട് നല്ല രുചിയായിരിക്കും. രണ്ടാമത്, ഈ വറുത്തിടാനുള്ളത് 1 സ്പൂൺ നെയ്ക്കകത്ത് നട്ട്സ്, കിസ്മിസ്, അതുപോലെ തന്നെ എള്ള് വറുത്തിട്ട് 1 സ്പൂൺ പഞ്ചസാര ലാസ്റ്റ് കൂട്ടി തിരുമണം. നന്നായിട്ട് ആ തിരുമുന്നതിലാണ് ഇതിൻ്റെ രുചി ഇരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെരി നൈസ്, സൂപ്പർ ഡീപ്പർ സായിപ്പ് അവൽ വിളയിച്ചത്. കാരണം വെള്ളയവലും വെള്ള ശർക്കരയും. മന്ന വീഡിയോയിലോട്ട് ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു സൂപ്പർ ഡ്യൂപ്പർ അവൽ വിളയിച്ചത് ഉണ്ടാക്കിയാലോ. ഇതിനകത്തൊരു 2-3 ടിപ്സ് ഉണ്ട്. ടിപ്സ് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇതിന് 1 കപ്പ് ശർക്കര ഉരുക്കി ചെടിയൊക്കെ കളഞ്ഞത് ഒഴിക്കുന്നു. ഇത് നന്നായിട്ട് ഇളക്കി ചൂടാക്കണം. ഏതാണ്ട് ഈ പരുവം, ഇതാണ് പാകം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തേങ്ങ ചെരുകിയത് ചേർക്കാം. ഈ കപ്പിന് 1 കപ്പ്. ഇത് ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് വേകണം. ഈ പാനി ഒരുമാതിരി വറ്റി വരണം. ശർക്കര പാനി വറ്റി കഴിയുമ്പോൾ സ്വല്പം വാനില എസൻസ്, അതിനുശേഷം ഏലക്ക പൊടിച്ചത്, ചുക്ക്, ജീരകം പൊടിച്ചത് നന്നായി ചേർത്തിളക്കി തീ ഓഫ് ചെയ്യുക. ഈ കൂട്ട് ചെറു ചൂടായിരിക്കുമ്പോൾ തന്നെ ഈ ചോയ്സിൻ്റെ നല്ല വെള്ളയവൽ ഇത്രയും ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കുന്നു. നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, കിസ്മിസ്, പിന്നീട് എള്ള് എല്ലാം ചേർത്ത് ഇളക്കുന്നു. ഏറ്റവും അവസാനം 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് തിരുമ്മി നന്നായി കൂട്ടി തിരുമണം. ഇതാണ് സായിപ്പ് അവൽ വിളയിച്ചത്. വെള്ള ശർക്കര, വെള്ളയവൽ.